ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൻസ് ഓഫ് ഡയറക്ഷന് കംപ്ലീറ്റ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആണ്. Then നമുക്ക് MCQs ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇൻ എ certain code fire is coded as DGPC. What will be the last letter of the coded word of short? അപ്പോൾ ഫയർ എന്ന് പറയുന്നത് DGPC എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കോഡിങ്ങിൽ വരുന്നത്. ഫയറിനെ DGPC എന്നാണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷോർട്ടിന് എങ്ങനെയായിരിക്കും? ഷോർട്ടിനെ കോഡ് ചെയ്യുമ്പോൾ അതിലെ ലാസ്റ്റ് ലെറ്റർ എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഇവിടെ നോക്കിക്കേ, എന്താ പറഞ്ഞത്? ഫയർ എന്ന് പറയുമ്പോൾ FIRE, അതിന് കോഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? DGPC എന്ന് വെച്ചിട്ടാണ് അതിനെ കോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ നോക്കിക്കേ, ഇവിടെ ഫയറിൽ ഫസ്റ്റ് ലെറ്റർ എഫ് ആണ്, ദെൻ DGPCയിലെ ഫസ്റ്റ് ലെറ്റർ D ആണ്. അപ്പൊ എഫും ഡിയും നോക്കുമ്പോൾ നമുക്കറിയാം എഫിന്റെ രണ്ട് ലെറ്റർ ബാക്കിലേക്കാണ് എഫ്. നമ്മളിപ്പോ ABCD എഴുതുമ്പോൾ ABCDEFGHI നോക്കിക്കേ, ഇവിടെ ഇപ്പോ എഫ് ഉണ്ട്. എഫിന്റെ ഒരു ലെറ്റർ കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ ആണ് ഡി. ഓക്കെ, ഇനിയിപ്പോ ഫയറിലെ നെക്സ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് I ആണ്. ഇവിടെ എന്താ കോഡിങ്ങിൽ വന്ന സെക്കൻഡ് ലെറ്റർ എന്താണ്? G ആണ്. അപ്പൊ അത് തമ്മിലുള്ള റിലേഷൻ നോക്കിക്കേ, എഫും ഡിയും തമ്മിൽ കണ്ട അതേ ഒരു റിലേഷനിലാണ് ഇത് എടുക്കുന്നത്. I കഴിഞ്ഞ് തൊട്ട് ബാക്കിലുള്ള രണ്ടാമത്തെ ലെറ്റർ ആണ് എന്ത്? G എന്ന് പറയുന്നത്. സെയിം റിലേഷനിലാണ് എന്ത് വരുന്നത്. ദെൻ ആറിന്റെ കേസിലായാലും നമുക്കറിയാം PQR എന്നാണ് നമ്മൾ വരുന്നത് അല്ലേ? OPQR. അപ്പൊ ഈ R എന്ന് പറയുന്നത് അതിന്റെ തൊട്ട് ബാക്കിലുള്ള സെക്കൻഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ P, അതാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇയും സിയും വരുമ്പോഴും അതേപോലെ തന്നെ. അപ്പോ ഇതിന്റെ ഒരു റിലേഷൻ എങ്ങനെയാന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോ ഇനി ഷോർട്ട് എങ്ങനെയാ വരുന്നത്? ഷോർട്ട് ഫുള്ള് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളോട് എന്തേ പറഞ്ഞുള്ളൂ? ഷോർട്ടിനെ കോഡ് ചെയ്യുമ്പോൾ അതിലെ ലാസ്റ്റ് ലെറ്റർ എന്താന്നുള്ളത് നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആ ലാസ്റ്റ് ലെറ്റർ മാത്രം നോക്കിയാൽ മതി. വെറുതെ ടൈം കൺസ്യൂം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഷോർട്ടിലെ ലാസ്റ്റ് ലെറ്റർ എന്ന് പറയുമ്പോൾ T ആണല്ലോ. അപ്പോൾ നമുക്കറിയാം RSTU അങ്ങനെയാണല്ലോ നമ്മൾ ആൽഫബറ്റ് പോകുന്നത്. അപ്പോൾ ഇവിടെ T ആണ്. ടീന്റെ തൊട്ട് ബാക്കിലുള്ള സെക്കൻഡ് ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? R ആണ്. അപ്പൊ നമുക്കറിയാം ഇതിനെ കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ലെറ്റർ എന്തായിരിക്കും? R ആയിരിക്കും. ബാക്കി ലെറ്റേഴ്സ് എന്താന്നുള്ളത് നമുക്കിപ്പോ നോക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താണ്? അത് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നില്ല, വെറുതെ ടൈം കൺസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? B ഓപ്ഷൻ ആണ്, അതായത് R ആണ്. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ജസ്റ്റ് ഞാൻ ഇവിടെ സൊല്യൂഷന്റെ കേസിൽ എക്സ്പ്ലനേഷൻ കൊടുത്തത് ഒന്ന് കാണിക്കാം. നോക്കിക്കേ, D is used for F and G is used for I, P is used for R and C is used for E. Thus, it is clear that each letter of the word fire stands for each corresponding letter of the coded word DGPC to place head. അതായത് ഫയർ ഇതിലുള്ള രണ്ട് ലെറ്റർ ഹെഡ് മുന്നിലാണ് ഇവിടുത്തെ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. By applying the same principle, letters Q, F, M, R will stand for short. അപ്പൊ ഈ ബാക്കി ഫസ്റ്റ് മൂന്ന് ലെറ്റർ ഏതാന്ന് ശരിക്കും നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യനിൽ നമ്മൾ ലാസ്റ്റ് ലെറ്റർ മാത്രമേ ചോദിക്കുന്നുള്ളൂ. Hence the last letter of the coded word is R. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. Then next question എന്താണ്? If tour is written in a certain code as 1, 2, 3, 4, clear as 5, 6, 7, 8, 4 and spare as 9, 0, 8, 4, 7.
what will be the fifth digit of sculpture in the same code. അപ്പോൾ ടൂർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് 1 2 3 4 എന്നുള്ള ഡിജിറ്റ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയറിന് 5 6 7 8 4 ആൻഡ് സ്പെയറിന് 9 0 8 4 അങ്ങനെയാണെങ്കിൽ സ്കൾപ്ചറിലെ ഫിഫ്ത്ത് ഡിജിറ്റിനെ ഏത് സ്കൾപ്ചറിലെ ഫിഫ്ത്ത് ലെറ്ററിനെ ഡിനോട്ട് ചെയ്യുന്ന ഡിജിറ്റ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിനെ തമ്മിൽ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ ലെറ്റേഴ്സിനും ഇവിടെ അസൈൻ ചെയ്തിട്ടുള്ള എന്ത് ഡിജിറ്റ് ഏതാന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ടൂറില് 1 2 3 4 ആണ്. അപ്പൊ ടി എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ടി എന്ന് പറയുന്നത് 1 ആണെന്ന് പറയാം. ആൻഡ് ഒ എന്ന് പറയുന്നത് 2 ആണ്. ഇത് നമ്മൾ ഓരോ ലെറ്റേഴ്സും ഇവിടെ ഇപ്പോ നോക്കി ടൂറിൽ എത്ര ലെറ്റേഴ്സ് ആണ് ഉള്ളത്? 1 2 3 4. സെയിം നമ്മൾ കോഡഡ് ഫോമിലുള്ള ഡിജിറ്റിലും എന്താണ് 4 ഡിജിറ്റ്സ് ആണ് ഉള്ളത്. ഇവിടെ ക്ലിയറിലാവുമ്പോൾ എന്താണ് 5 ലെറ്റേഴ്സിന് 5 ഡിജിറ്റ്സ് ആണ്. അപ്പോൾ എല്ലാതും എന്താണ് ആ ഒരു കറസ്പോണ്ടിങ് ഇതിൽ തന്നെയാണ് ഇങ്ങനെ കോഡ് ചെയ്തിട്ടുള്ളത്. അതായത് ടി എന്ന് പറയുമ്പോൾ 1, ദെൻ ഒ എന്ന് പറയുമ്പോൾ 2, യു എന്ന് പറയുമ്പോൾ 3 ആൻഡ് ആർ എന്ന് പറയുമ്പോൾ 4. അങ്ങനെ ഓരോ ക്ലിയറിലും എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലേറ്റ് ചെയ്ത് പറയാം. ഇതിലിപ്പോ നമ്മളോട് ചോദിക്കുന്നത് സ്കൾപ്ചറിലെ ഫിഫ്ത്ത് ലെറ്ററിന്റെ ഡിജിറ്റ് ഏതാണ്? അപ്പൊ സ്കൾപ്ചറിലെ ഫിഫ്ത്ത് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 2 3 4 5. കൾച്ചറിലെ ഫിഫ്ത്ത് ഡിജിറ്റ് എന്ന് പറയുന്നത് പി ആണല്ലോ. അപ്പൊ പിന്ന് ഏത് ഡിജിറ്റ് വെച്ചിട്ടാണ് നോട്ട് ചെയ്യാന്നുള്ളത് ചോദിക്കുന്നത്. അപ്പൊ ഈ ടൂറിലും ക്ലിയറിലും എന്തില്ല? പി ഇല്ല. നമുക്ക് സ്പെയറിലാണ് പി വരുന്നത്. അപ്പോൾ സ്പെയറിൽ സെക്കൻഡ് ലെറ്റർ ആണ് പി. സോ അതിന്റെ കോഡഡ് ഫോമിൽ സെക്കൻഡ് വരുന്നത് എന്താണ്? 0 ആണ്. അപ്പൊ പിന്റെ കോഡഡ് ഫോം എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പൊ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഡി ഓപ്ഷൻ ആണ്. ഓക്കെ, ഇതിലിപ്പോ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള റിലേഷൻ മനസ്സിലാക്കുക. സെയിം പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ റിലേഷൻ നമ്മൾ ഏതാണോ ഫൈൻഡ് ചെയ്യാനുള്ളത് അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു കോഡിങ്ങിൽ കാണിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഇഫ് സമ്മർ ഈസ് കോഡഡ് ആസ് റണ്ണർ, the coded for the code for വിന്റർ ഈസ്. അതായത് സമ്മറിനെ റണ്ണർ വെച്ചിട്ടാണ് നമ്മൾ കോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വിന്ററിനെ എങ്ങനെയാണ് നമ്മൾ കോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നോക്കിക്കേ, സമ്മറിനെ നമ്മൾ എന്ത് ചെയ്തു? റണ്ണർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? കോഡ് ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെക്കൻഡ് ലെറ്ററിന് എന്താണ്? ഒരു മാറ്റം വരുന്നില്ല. ദെൻ ലാസ്റ്റ് സെക്കൻഡ് 2 ലെറ്റേഴ്സിനും എന്തില്ല? ചേഞ്ച് വരുന്നില്ല. ദെൻ ചേഞ്ച് വരുന്നത് ഫസ്റ്റും തേർഡും ഫോർത്തിനുമാണ് ചേഞ്ച് വരുന്നത്. അതായത് എസ് ചേഞ്ച് ചെയ്തിട്ട് 6 ആയിട്ടുണ്ട്. ദെൻ എം ചേഞ്ച് ചെയ്തിട്ട് 2 എമ്മും ചേഞ്ച് ചെയ്തിട്ട് എന്തായിട്ടുണ്ട്? എൻ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, എസും ആറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം RST UV എന്ന് പറയുമ്പോൾ എസിന് തൊട്ട് പിന്നിലുള്ള ലെറ്റർ ആണ് എന്ത്? R. ദെൻ എമ്മിന്റെ കേസിൽ എമ്മിനെ നമ്മൾ എന്താക്കിയതാണ്? N ആക്കിയതാണ്. അപ്പോ MNO നമുക്ക് എങ്ങനെ നമ്മൾ ആൽഫബറ്റ് വരുന്ന MNOP എന്നാണ്. അതായത് എം കഴിഞ്ഞിട്ടുള്ള ദെൻ നെക്സ്റ്റ് ലെറ്റർ ആണ് N. അപ്പൊ ഇതേ ഒരു കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് തൊട്ട് മുന്നേ ഉള്ളതും ദെൻ തേർഡ് ആൻഡ് ഫോർത്ത് ലെറ്ററിൽ എങ്ങനെയാ വന്നത്? നെക്സ്റ്റ് ലെറ്ററും ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു റിലേഷനിൽ നമ്മൾ ഇവിടെ വിന്ററിൽ അപ്ലൈ ചെയ്യുമ്പോൾ W എന്ന് പറയുന്നതിന്റെ തൊട്ട് മുന്നേ ഉള്ള ലെറ്റർ ആണ്. ഫസ്റ്റ് ലെറ്റർ W ആണ്. തൊട്ട് മുന്നേ ഉള്ള ലെറ്റർ എന്ന് പറയുമ്പോൾ V ആണ്. അപ്പൊ ആ ഇത് ഇതാക്കുമ്പോ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു അതായത് ഡബ്ല്യുവിനെ നമ്മൾ കോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. കാരണം V ഉള്ള
ഒരു ആൻസറേ ഇവിടെ ഓപ്ഷനിലുള്ളൂ. അതായത് ബി ഓപ്ഷനിൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ, ബി വരുന്നുള്ളൂ. ഇവിടെ വെച്ച് തന്നെ നമുക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. എന്നാലും നമുക്ക് ബാക്കിയും കൂടി പറയാം. ദെൻ എന്താണ് സോറി ദെൻ നമുക്ക് സെക്കൻഡ് ലെറ്ററിൽ എന്ത് വരുത്തേണ്ട ആവശ്യമില്ല, ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. ദെൻ തേർഡ് ലെറ്റർ പറയുന്നത് എൻ ആണ്. അപ്പൊ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടത് എൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെറ്റർ ആണ് നമ്മൾ എന്താ ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് ലെറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ഓ ആണ്. അപ്പൊ അതും ഇവിടെ ഓക്കെ ആണ്. വൈ ഐ ദെൻ എന്നിന് പകരം എന്ത് വന്നു, ഓ, നെക്സ്റ്റ് ലെറ്റർ ഓ വന്നു. ദെൻ ടി എന്ന് പറയുന്നതാണ് ഫോർത്ത് ടി ആണെങ്കിൽ ടീന്റെ നെക്സ്റ്റ് ലെറ്റർ, അതായത് ടീന്റെ നെക്സ്റ്റ് ലെറ്റർ എന്ന് പറയുമ്പോൾ യു. ദെൻ ലാസ്റ്റ് 2 ലെറ്റേഴ്സിന് എന്തില്ല, ചേഞ്ച് ഇല്ല. അപ്പൊ ഇതാണ് നമ്മൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, ബി ഓപ്ഷന്. പക്ഷെ ഇത്രയും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഡബ്ല്യു കോഡ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും, ആൻസർ എന്ന് പറയുന്നത് ബി ആണെന്ന് മനസ്സിലാവും. നമ്മൾ ഇവിടെ ടൈം കൺസ്യൂം ചെയ്തിട്ട് ആൻസറിലേക്ക്, സോറി, ടൈം സേവ് ചെയ്തിട്ട് ആൻസർ പെട്ടെന്ന് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ നമുക്ക് ഫസ്റ്റ് ആ ഒരു ഡബ്ല്യുവിനെ കോഡ് ചെയ്തതിൽ നിന്ന് തന്നെ നമുക്ക് കൺഫേം ചെയ്യാവുന്നതാണ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ബി ആണെന്നുള്ളത്. കാരണം എന്താണ്, ബാക്കി ഓപ്ഷൻസിലൊന്നും എന്തില്ല, ഫസ്റ്റ് ലെറ്റർ ബി അല്ല. ഫസ്റ്റ് ലെറ്റർ ബി ആയിട്ടുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ബി ഓപ്ഷൻ ആണ്. സോ ആൻസർ ഈസ് ബി. അപ്പോൾ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഗിവൺ കോഡ് second, fifth and sixth letter are same. The first letter of the word S coded as is moved one step backward. അതായത് എസ് എന്ന് പറയുന്നത് ആർ ആയിട്ടുണ്ടെങ്കിൽ വൺ സ്റ്റെപ്പ് ബാക്കിലേക്ക് പോയി. ദെൻ while the two middle letters M to N, that means each moved one step forward to obtain the corresponding letter of the code. Okay. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, if mind become KGLP and argue become YPESC, then what will diagram be in that code? എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡയഗ്രം എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മൈൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, MIN കോഡ് ചെയ്തിട്ടുള്ളത് KGL. അപ്പോ എമ്മും കെയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ എങ്ങനെ നോക്കാം, നമ്മൾ ആൽഫബറ്റ്സ് എങ്ങനെയാണ് വരുന്നത്, HIJKLM, അങ്ങനെയാണ് നമ്മൾ ആൽഫബറ്റ് പോകുന്നത്. സോ എം ഇവിടെ ഉണ്ട്, ദെൻ കെ ഇവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൊട്ട് ബാക്കിലുള്ള സെക്കൻഡ് ലെറ്റർ ആണ്. ദെൻ ഐയും ജിയും നോക്കുകയാണെങ്കിലോ, ജി. ഓക്കെ, അപ്പൊ ഐയും ജിയും കൂടി നോക്കുകയാണെങ്കിലും സെയിം എന്താണ്, സെയിം റിലേഷനിൽ തന്നെയാണ് കിടക്കുന്നത്. കാരണം ഐന്റെ ബാക്കിലുള്ള സെക്കൻഡ് ലെറ്റർ ആണ് ജി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു റിലേഷൻ നമുക്ക് മനസ്സിലായി. എന്നിന്റെ ആണെങ്കിലും നമുക്ക് KLM എന്നാണ്, അതായത് എൻ ഇവിടെ കിടക്കുന്നു. ദെൻ തൊട്ട് ബാക്കിലുള്ള സെക്കൻഡ് ലെറ്റർ ആണ് എൽ എന്ന് പറയുന്നത്. അപ്പൊ റിലേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്, തൊട്ട് ബാക്കിലുള്ള സെക്കൻഡ് ലെറ്റർ ചൂസ് ചെയ്തിട്ടാണ് കോഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡയഗ്രാം എങ്ങനെ കോഡ് ചെയ്യുന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഡി ആണ് ഫസ്റ്റ് ലെറ്റർ. ഡിക്ക് തൊട്ട് ബാക്കിലുള്ള സെക്കൻഡ് ലെറ്റർ ഏതാണ്, ബി ആണ്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ആ ഫസ്റ്റ് ലെറ്ററിനെ കോഡ് ചെയ്യുന്നതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, സിയും ഡിയും ആൻസർ ആയി വരുന്നില്ല എന്ന് കൺഫേം ചെയ്യാം. ദെൻ ഓപ്ഷൻ ബി ആൻഡ് എയും ബിയും നോക്കിക്കേ, അതിൽ ബി ഫസ്റ്റ് ലെറ്റർ ബി രണ്ടും സെയിം ആണ്, സെക്കൻഡ് ലെറ്റർ ജി ആണ് രണ്ടും സെയിം ആണ്, ദെൻ തേർഡ് ലെറ്റർ വൈ ആണ് രണ്ടും സെയിം ആണ്. പിന്നെ ഇവിടെ ചേഞ്ച് വരുന്നത് ഏതിലാണ്, ഫോർത്ത് ലെറ്ററിലാണ്. അപ്പൊ ഇനി ഫോർത്ത് ലെറ്ററിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് ഏതാണ് ഓപ്ഷൻ എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫോർത്ത് ലെറ്ററിനെ മാത്രം നമ്മൾ ചൂസ് ചെയ്തിട്ട്
കോഡ് ചെയ്താൽ മതി. അപ്പൊ ഫോർത്ത് ലെറ്റർ എന്ന് പറയുന്നത് ഇ ആണ്. സോറി, ഫോർത്ത് ലെറ്റർ ആണ് ഓപ്ഷനിൽ ഇനി ചേഞ്ച് ഉള്ളത്. ഫോർത്ത് ലെറ്റർ ആണ്. അതായത് എയിൽ ഇയും ബിയിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്, പി ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ ഡയഗ്രത്തിലെ ഫോർത്ത് ലെറ്റർ ഏതാണ്, ജി ആണ്, ആണല്ലോ. അപ്പോ ജിക്ക് തൊട്ട് മുന്നേ ഉള്ളത്. അപ്പൊ ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റർ ഏതായിരിക്കും നമുക്കറിയാം. എങ്ങനെയാ, ബി സി ഡി ഇ എഫ് ജി. അപ്പൊ ജിക്ക് കറസ്പോണ്ടിങ് ലെറ്റർ ഏതാണ്, ഇ ആണ്, ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ എന്ത് മനസ്സിലാക്കാൻ പറ്റും, ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ എന്നുള്ളത്. അതായത് നമ്മൾ എല്ലാ ലെറ്റേഴ്സും ഇവിടെ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാ ലെറ്റേഴ്സും എന്ത് ചെയ്യേണ്ട, കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളത് മാത്രം കോഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ലെറ്ററിന്, അതായത് ഡിനെ കോഡ് ചെയ്ത് ബി കിട്ടിയതിൽ നിന്ന് തന്നെ ലാസ്റ്റ് രണ്ട് ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട് ആക്കിയിടാം. ദെൻ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഫസ്റ്റ് രണ്ട് ഓപ്ഷൻസ് ആണ്. ദെൻ അതിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തേ ഉള്ളൂ, ഫസ്റ്റ് 3 ലെറ്റേഴ്സ് സെയിം ആണ്, അതിന്റെ ഫോർത്ത് ലെറ്റർ ആണ് പിന്നെ ചേഞ്ച് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഫസ്റ്റിലെ ഡയഗ്രത്തിലെ ഫോർത്ത് ലെറ്ററിന്റെ എന്താണ് കോഡ് ഏതാന്നുള്ളത് ചെക്ക് ചെയ്താൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആൻസർ കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ ജി ആണ് ഫോർത്ത് ലെറ്റർ ഉണ്ടായത്. ജിന്റെ കോഡഡ് ഫോം എന്ന് പറയുമ്പോൾ ഇ ആണ്. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, നമ്മൾ എല്ലാ ലെറ്റേഴ്സും എന്താണ് കോഡ് ചെയ്ത് വരുമ്പോഴേക്ക് ടൈം പോയി പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഇത്രയും പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാനിവിടെ പറഞ്ഞത് ഈച്ച് ലെറ്റർ ഇൻ ദ വേർഡ് ഈസ് മൂവ്ഡ് 2 സ്റ്റെപ്പ് ബാക്ക്വേർഡ് ടു ഒബ്റ്റെയിൻ കറസ്പോണ്ടിങ് ലെറ്റർ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ എ certain ലാംഗ്വേജ് പ്രാക്ടീസ് ഈസ് കോഡഡ് ആസ് പിക്ട്രെ. അങ്ങനെയാണ് റീഡ് ചെയ്യാൻ തോന്നുന്നു. ഹൗ ഈസ് ഫ്ലെയിംസ് കോഡഡ് ഇൻ ദാറ്റ് കോഡ്. അതായത് പ്രാക്ടീസിന് കോഡ് ചെയ്തിട്ടുള്ളത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സെയിം കോഡില് എങ്ങനെയാണ് ഫ്ലെയിമിനെ കോഡ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, പ്രാക്ടീസ്, PRACTICE. ദെൻ കോഡഡ് ഫോം എന്താണ്, PICCTRAE. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ എന്താണ് ഇവിടെ മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ രണ്ടും എന്താണ്, സെയിം ആണ്. ഇത് നോക്കിക്കേ, സെക്കൻഡ് മാറിയിട്ടുണ്ട്, തേർഡ് മാറിയിട്ടുണ്ട്, ഫോർത്തില് ചേഞ്ച് വന്നിട്ടില്ല, ദെൻ ഫിഫ്തിലും ചേഞ്ച് വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ദെൻ സിക്സ്ത് മാറിയിട്ടുണ്ട്, സെവൻത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ചേഞ്ച് ചെയ്യാത്തത് ഏതാണ്, ലാസ്റ്റ് ലെറ്റർ എന്തായിട്ടില്ല, ചേഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പൊ നോക്കിക്കേ, ബാക്കിയുള്ള നമ്മൾ ചേഞ്ച് വരാത്തത് ചേഞ്ച് വന്നിട്ടുള്ളത് RAയും ഇവിടെ ICയും. അപ്പൊ നോക്കിക്കേ, ഇവിടെയുള്ള ഈ ഒരു IC എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ടാണ്. ദെൻ ഇവിടെയുള്ള RA എന്ന് പറയുന്നത് എന്തായി, അങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. ബാക്കി ലെറ്റേഴ്സിനെ കോൺസ്റ്റന്റ് ആയി നിർത്തിയിട്ടു. ഓക്കെ, അപ്പൊ നമ്മൾ റിലേഷൻ നമുക്ക് എന്ത് ചെയ്തു, കിട്ടി. ഇനി സെയിം സംഭവം നമ്മൾ എന്തിൽ ചെയ്യണം, ഫ്ലെയിമിൽ ചെയ്യണം, ഫ്ലെയിംസിൽ ചെയ്യണം. അപ്പോൾ ഫ്ലെയിംസ് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ്, ഞാൻ ഫ്ലെയിം, അപ്പോൾ നമുക്ക് കോഡഡ് ഫോമിലാകുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്താണ്, F തന്നെയാണ്. ദെൻ ലാസ്റ്റ് ലെറ്ററും S തന്നെയാണ്, ആണല്ലോ. ഇനി അതിന്റെ ഇടയിലുള്ള രണ്ട് ലെറ്റേഴ്സ് ആണ് നമ്മൾ എന്താക്കുന്നത്, ചേഞ്ച് ചെയ്യേണ്ടത്. അതായത് അതിന്റെ ഇടയിൽ പിന്നെ ഫ്ലെയിമിൽ LAയും ഉണ്ട് MU ഉണ്ട്. അതിനെ തമ്മിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അതായത് എമ്മിനെ LAന്റെ സ്ഥാനത്തേക്കും LAനെ ME ന്റെ സ്ഥാനത്തേക്കും മാറ്റുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും,
നമ്മൾ എസ് ഇവിടെ എഴുതി. ദെൻ 2 ലെറ്റേഴ്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തു. അങ്ങനെ ആവുമ്പോൾ ഇവിടെ ലാസ്റ്റത്തെ 2 ലെറ്റേഴ്സിന് ഫസ്റ്റത്തെ ആ ഒരു പൊസിഷനിലേക്കും ദെൻ ഫസ്റ്റിലുള്ള ആ 2 ലെറ്റേഴ്സിനെ നമ്മൾ എന്താക്കി ലാസ്റ്റ് പൊസിഷനിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഇതാണ് അതിന്റെ എന്ത് കോഡഡ് ഫോം എന്ന് പറയുന്നത്. ഈ സംഭവം സി ഓപ്ഷൻ ആണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സി ആണ്. അപ്പോൾ ഇതിലിപ്പോ നമുക്കൊരു കൺഫ്യൂഷൻ വരും. കാരണം ഇവിടെ നമ്മളെ ക്വസ്റ്റ്യനിൽ കോഡഡ് ഫോമിൽ തന്നതിൽ അത്രയും സംഭവം എന്താക്കാനില്ല, നമ്മളെ ഈ ഫ്ലെയിമിൽ നമുക്ക് എന്താക്കാനില്ല, കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്യാനില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ കൺസിഡർ ചെയ്യേണ്ട പറഞ്ഞാൽ ഓപ്ഷനിൽ തന്നിട്ടുള്ള ഓപ്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഐഡിയ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സംഭവം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ലെറ്റർ ആൻഡ് ലാസ്റ്റ് ലെറ്റർ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചു. ബാക്കി ലെറ്റേഴ്സിനെ 2 ഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ദെൻ അതിനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്തായത് പൊസിഷൻ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്താക്കി കോഡഡ് ഫോം ഫൈൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ദെൻ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സി ഓപ്ഷൻ ആണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത് ഒന്ന് നമുക്ക് നോക്കാം. അതിന്റെ എക്സ്പ്ലനേഷനിൽ എന്താ പറയുന്നത്? ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലെറ്റർ ആർ സെയിം ബട്ട് സെക്കൻഡ് ആൻഡ് തേർഡ് ലെറ്റർ and third and last and third last and second last letters have been interchanged. അതാണ് അതിന്റെ ഒരു നോക്കിക്കേ. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലെറ്റേഴ്സ് ആർ സെയിം ബട്ട് സെക്കൻഡ് ആൻഡ് തേർഡ് ലെറ്റേഴ്സ് ആൻഡ് തേർഡ് ലാസ്റ്റ് ആൻഡ് സെക്കൻഡ് ലാസ്റ്റ് ലെറ്റേഴ്സ് ഹാവ് ബീൻ ഇന്റർചേഞ്ച്ഡ്. അതാണ് ഇതിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ആ ഒരു ഐഡിയ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫ്ലെയിമിനെ കോഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് നൈഫ് ഈസ് കോഡഡ് ആസ് MPKHG. വാട്ട് ഡു ദ ലെറ്റർ DTGCF സ്റ്റാൻഡ് ഫോർ? അതായത് ഇവിടെ ഇപ്പൊ കോഡഡ് ഫോം തന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് വേർഡ് എന്താന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അതിലിപ്പോ നൈഫിനെ എങ്ങനെയാണ് കോഡ് ചെയ്തിട്ടുള്ളത് തന്നിട്ടുണ്ട്. KNIFE, അതാണ് നൈഫ് എന്ന് പറയുമ്പോൾ. കോഡഡ് ഫോം എന്ന് പറയുമ്പോൾ MPKHG. ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും 2 ലെറ്റേഴ്സ് ഹെഡ് ആണ്. അതായത് K കഴിഞ്ഞ് എല്ലും കഴിഞ്ഞ് M, അതായത് ലെറ്റർ കഴിഞ്ഞ് ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ലെറ്റർ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. എന്നിന്റെ കേസിലായാലും നമുക്ക് എന്താ പറയാ MNOP എന്നാണ്. അതായത് N കഴിഞ്ഞ് സെക്കൻഡ് ലെറ്റർ ആണ് P എന്ന് പറയുന്നത്. സെയിം കേസ് തന്നെയാണ് എൽത്തിൽ വരുന്നത്, ഐയിലും കെയിലൊക്കെ വരുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഐഡിയനെ നമ്മൾ എന്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്? നെക്സ്റ്റ് കോഡഡ് ലെറ്ററിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കോഡഡ് ലെറ്റർ എന്ന് പറയുമ്പോൾ DTGCF. ഇവിടെ നോക്കിക്കേ, ഓപ്ഷനിൽ നോക്കുക, എല്ലാതും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? ബിയിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിൽ എന്താ ഒരു ഓപ്ഷന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിമൂവ് ചെയ്ത് കളയാൻ പറ്റില്ല. ഇനി ലാസ്റ്റ് ലെറ്റർ നോക്കിക്കേ. ലാസ്റ്റ് ലെറ്റർ നോക്കുമ്പോൾ ഏതാണ്? എയിലും ബിയിലും ഡിയിലും എന്താണ്? ഡി ഓപ്ഷൻ ആണ് വന്നിട്ടുള്ളത്. ആണല്ലോ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? അതിനു മുന്നേ എല്ലാതും ഡിഫറെന്റ് ആയിട്ടുള്ളത് നെക്സ്റ്റ് ലെറ്റർ അങ്ങനെ ഒന്ന് ഏത് ഓപ്ഷനും ഇല്ല. സോ സെക്കൻഡ് ലെറ്റർ എല്ലാ ഓപ്ഷനിലും എന്താണ്? ഫസ്റ്റ് ഓപ്ഷനിൽ മാത്രം എ ആണ്. ഇവിടെയൊക്കെ സെക്കൻഡ് ലെറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ടി ആണ്. അപ്പൊ സെക്കൻഡ് ലെറ്റർ എന്ന് പറയുമ്പോൾ എ ഒരിക്കലും വരൂല. അപ്പൊ എ ഓപ്ഷൻ നമുക്ക് ഇവിടെ എന്താക്കാം? കട്ട് ചെയ്ത് കളയാം.
ദെൻ ബിയും സിയും ഡിയിലും സെക്കൻഡ് ലെറ്റർ എന്ന് പറയുന്നത് ആറാണ്. സോ നമുക്ക് സെക്കൻഡ് ലെറ്റർ എന്ത് ചെയ്യേണ്ട, കോഡ് ചെയ്യേണ്ട. ദെൻ തേർഡ് ലെറ്ററിൽ നോക്കിയേ, തേർഡ് ലെറ്റർ ബി ഓപ്ഷനിൽ ഇ ആണ്. ബാക്കി ഓപ്ഷനിൽ എന്താണ്, എ ആണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ തേർഡ് ലെറ്ററിനെ എന്താക്കുക, കോഡ് ചെയ്യുക ജി എന്ന്. ജീനെ കോഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ബാക്കിലുള്ള, നമ്മളിപ്പോ ഇവിടെ എന്ന് പറയുന്നത് ജസ്റ്റ് മുന്നിലുള്ളതാണ്. ഇവിടെ ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് കോഡഡ് ഫോം ആണ്. നമ്മൾ അതിന്റെ ഇനീഷ്യൽ ഫോം, അതായത് ഇനീഷ്യൽ ആ വേർഡ് എന്താണെന്നുള്ളതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ കോഡ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യണത്, തൊട്ട് മുന്നിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ബാക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താണ്, അതിന്റെ ബാക്കിലുള്ള സെക്കൻഡ് ലെറ്റർ ആണ് നമ്മൾ എന്താക്കുന്നത്, ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ജീന്റെ തൊട്ട് ബാക്കിലുള്ള സെക്കൻഡ് ലെറ്റർ എന്ന് പറയുന്നത് ഏതാണ്, ഇ ആണ് നമുക്കറിയാം. ഇങ്ങനെ നമ്മൾ ആൽഫബറ്റ് വരുമ്പോൾ സി, എ ബി സി ഡി ഇ എഫ് ജി. അപ്പൊ സീനെ കോഡ് എന്ന് പറയുമ്പോൾ ഇ ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ മനസ്സിലാക്കാം ഓപ്ഷൻ എന്ന് പറയുന്നത് ഇ ആണ്. നമ്മൾ കറക്റ്റ് ആൻസർ ഇ ആണ്. കാരണം മറ്റു രണ്ട് ഓപ്ഷനിലും എന്താണ്, തേർഡ് ലെറ്റർ വരുന്നത് എ ആണ്. ഓക്കെ, ഫുള്ളായിട്ട് കോഡ് ചെയ്യണ്ട എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ കാര്യം. അപ്പൊ നമുക്ക് ഇവിടെ ഫൈനലൈസ് ചെയ്യാം. നമ്മളെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ ബി ആണെന്നുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ എക്സ്പ്ലനേഷനിൽ കാണിച്ചിട്ടുള്ളത്. ഈച്ച് ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് നൈഫ് സ്റ്റാൻഡ് ഫോർ ഈച്ച് കറസ്പോണ്ടിങ് ലെറ്റർ ഓഫ് ദ വേർഡ് MPKG ടു പ്ലേസ് എ ഹെഡ്. അതായത് കോഡ് ചെയ്യുമ്പോൾ ടു പ്ലേസ് എ ഹെഡ് ലെറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യണത്, ചൂസ് ചെയ്യണത്. ഇപ്പൊ ബാക്ക് കോഡിങ് ആവുമ്പോൾ നമ്മൾ എന്താക്കണം, ടു ലെറ്റേഴ്സ് ബാക്കിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടു സ്റ്റെപ്പ് ബാക്കിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, ഇഫ് ലെറ്റർ GBOQX stands for happy, which word the letter cross stands for? അപ്പൊ ഹാപ്പി എന്നുള്ളതിനെ കോഡ് ചെയ്തിട്ടുള്ളതാണ് എന്ത്, GBOQX എന്ന് പറയുന്നത്. ഇതിൽ എന്താണ്, കോഡിങ്ങിൽ എങ്ങനെയാ വരുന്നത്, വൺ സ്റ്റെപ്പ് ബാക്ക് ആണ്, GH എന്നാണ്. അതായത് ജി കഴിഞ്ഞിട്ടാണ് എച്ച്. അപ്പൊ ഹാപ്പിനെ കോഡ് ചെയ്തപ്പോ ഓരോ ലെറ്ററും ബാക്കിലേക്കാണ്, നമ്മൾ വൺ സ്റ്റെപ്പ് ബാക്കിലേക്ക് മൂവ് ചെയ്തിട്ടുള്ളത്. അതായത് എച്ചിന്റെ തൊട്ട് മുന്നെയാണ് ജി. ദെൻ നെക്സ്റ്റിൽ നോക്കിക്കേ, എ എന്ന് പറയുമ്പോൾ എ കഴിഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇവിടെ ബാക്കിലേക്കാണ്, ബാക്കാണ്. ദെൻ സെക്കൻഡില് ഫോർവേഡ് ആണ്. ദെൻ പി പറയുമ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ PO ആയാലും അതും ബാക്ക് സ്റ്റെപ്പ് ആണ്. ദെൻ ഫോർത്തില് നോക്കിക്കേ, ഫോർത്തില് പി കഴിഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇവിടെ ഫോർവേഡ് ആണ്. അപ്പോൾ ആൾട്ടർനേറ്റീവ് ആയിട്ട് ബാക്ക് ഫോർവേഡ് മൂവ്മെന്റ് ആണ്. വൈയില് നമുക്കറിയാം XY എന്നാണ്. അതായത് ഇത് എന്ന് പറയുന്നത് ലാസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്, ബാക്ക് സ്റ്റെപ്പ് ആണ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ബാക്ക് സ്റ്റെപ്പും ഫോർവേഡ് സ്റ്റെപ്പും ആണ് വരുന്നത്. അപ്പോൾ അതേ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രോസിനെ എന്താക്കണം, കോഡ് ചെയ്യണം. ക്രോസിനെ നമ്മൾ കോഡ് ചെയ്യുമ്പോൾ എന്താ വരിക, അപ്പോ ഫസ്റ്റ് ലെറ്റർ എങ്ങനെയാണ്, ബാക്ക് സ്റ്റെപ്പ് ആണ്. അപ്പോ സി നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത്, ബി വെച്ചിട്ട് കോഡ് ചെയ്യാം. ദെൻ ആർ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ലെറ്റർ നമ്മൾ എന്താക്കണം, ഫോർവേഡിലേക്കാണ് നോക്കേണ്ടത്. അപ്പോൾ ആറിന് നമ്മൾ എന്ത് ചെയ്യും, ആറ് എന്ന് പറയുന്നത് എങ്ങനെ കോഡ് ചെയ്യാം,
എസ്, ആറ് കഴിഞ്ഞിട്ടാണ് എസ്. ദെൻ ഓ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് നമ്മൾ ബാക്കിലേക്ക് സ്റ്റെപ്പ് ചെയ്യണം. സോ ഓ എന്ന് പറയുന്നത് എങ്ങനെയാവും? എം എൻ ഒ എന്നാണ്. അപ്പൊ ഓന്റെ തൊട്ട് മുന്നേ ഉള്ളത് എൻ. ദെൻ എസ് എന്ന് പറയുമ്പോ എന്താ? സോറി, ഇപ്പൊ നമ്മള് ബാക്കിലേക്ക് സ്റ്റെപ്പ് ചെയ്തു ഫസ്റ്റ്, ദെൻ സെക്കൻഡ് നമ്മൾ ഫോർവേഡ് സ്റ്റെപ്പ്, ദെൻ തേർഡ് പറയുമ്പോൾ ബാക്ക് സ്റ്റെപ്പ്, ദെൻ ഫോർത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർവേഡ് സ്റ്റെപ്പ് ആണ്. അപ്പൊ എസിന് നമ്മൾ എന്താക്കണം? ഫോർവേഡിൽ നോക്കുമ്പോൾ എസ് കഴിഞ്ഞിട്ട് ടി. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാക്ക് സ്റ്റെപ്പ് ആണ്. അപ്പൊ എസിന് മുന്നേ ഉള്ളത് ആർ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസർ ഇപ്പൊ എന്താ കിട്ടിയത്? ബി എസ് എൻ ടി ആർ. അപ്പോൾ നമ്മൾ ആൻസർ കറക്റ്റ് ആണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. ബി എൻ സി, നമുക്ക് കിട്ടിയത് ബി എസ് എൻ ടി ആർ. അപ്പോൾ ബി ഓപ്ഷൻ എന്താ? ബി എസ് എൻ ടി ആർ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഏതാന്നുള്ളത് നോക്കാം. നമുക്ക് ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത്. സോ കറക്റ്റ് ഓപ്ഷൻ ബി എൻ, ഓപ്ഷൻ ബി തന്നെയാണ്, ബി എസ് എൻ ടി ആർ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് കൊടുത്തിട്ടുള്ളത്? ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ വേർഡ് ഹാപ്പി ഈസ് നെക്സ്റ്റ് ലെറ്റർ ഓഫ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ വേർഡ് ജി. ആ ഒരു ആൾട്ടർനേറ്റ് ആയിട്ട് അത് വരുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ക്രോസിന്റെ സെയിം ഐഡിയ യൂസ് ചെയ്തിട്ട് കോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബി എസ് എൻ ടി ആർ എന്നുള്ളത് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? ഇഫ് ഇൻ എ certain language sister is coded as 53530, 1, uncle is coded as 84670 and boy as 129, how son is coded? അങ്ങനെയാണെങ്കിൽ സൺ എങ്ങനെയാണ് കോഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? എസിന് കൊടുത്തിട്ടുള്ളത്, എസിന് കൊടുത്തിട്ടുള്ള ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. നമ്മളോട് ചോദിച്ചത് എന്താണ്? സണ്ണിന്റെ കോഡഡ് ഫോം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കോഡഡ് ഫോമിൽ നിന്നും എസ് 5 ആണ്, ദെൻ ഐ 3, ടിയും 3 ആണ്, ഇ എന്ന് പറയുന്നത് 0 ആണ്. ദെൻ നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ളത് എന്താണ്? എസും ഓയും എന്നും ആണ്. അപ്പോൾ അത് മാത്രം ചൂസ് ചെയ്യാം. എസിന് 5 കൊടുത്തിട്ടുണ്ട്, എന്നിന് 4 കൊടുത്തിട്ടുണ്ട്, ദെൻ ഓ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എസ് എന്ന് പറയുമ്പോൾ 5, ഓ എന്ന് പറയുമ്പോൾ 2, ദെൻ എൻ എന്ന് പറയുമ്പോൾ 4. അപ്പോൾ കോഡഡ് ഫോം എന്ന് പറയുന്നത് 524 ആണെന്നുള്ളത് ഫൈനലൈസ് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് കാണാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 524. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തന്നിട്ടുള്ള കോഡ് ഫോമിൽ ഓരോ ലെറ്റേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റ്സിന് നമ്മൾ ഫൈൻഡ് ചെയ്യുക, ദെൻ കറസ്പോണ്ടിങ് ഐഡിയ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്തിട്ട് കോഡഡ് ഫോം ഫൈൻഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഹാർഡ് ഈസ് കോഡഡ് ആസ് 1357 and soft is coded as 2468, what do the figures 21448 stands for? അപ്പോൾ ഓരോന്നിനും ഇതുപോലെ തന്നെ നമ്മൾ ഓരോന്നിനും കറസ്പോണ്ടിങ് ലെറ്റേഴ്സ് നമ്മൾ എന്താക്കുക? അസൈൻ ചെയ്യല്ല, ഫൈൻഡ് ചെയ്യുക. അപ്പോൾ
ഇവിടെ ഇപ്പൊ 2 തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ 2ന്റെ കറസ്പോണ്ടിങ് ലെറ്റർ ഏതാന്നുള്ളത് നോക്കുക. അപ്പൊ ഇവിടെ 2 സോഫ്റ്റിലാണ് 2. ഇവിടെ സോഫ്റ്റിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 4 ലെറ്റേഴ്സ്. ഇവിടെ 4 ലെറ്റേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്താ കറസ്പോണ്ടിങ് ആയിട്ട് പറയാം. സോ എസ് ആണ് 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. അപ്പൊ ദെൻ ഇവിടെ ഇപ്പൊ നോക്കിക്കേ, ഈ 2 ഓപ്ഷനിലും ലാസ്റ്റ് ലെറ്റേഴ്സ് മാത്രം തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് ലെറ്റർ 8 ആണ്. 8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റർ ഏതാ നോക്കാം. 8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റർ എന്ന് പറയുന്നത് ടി ആണ്. അപ്പൊ ഈ 2 ഓപ്ഷനും തെറ്റാണ്. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ ഒന്ന് നോക്കാം. ഇതിൽ നോക്കിക്കേ, ലാസ്റ്റ് ടി വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അതെന്ന് പറയുന്നത് ഡി ആണ്. അപ്പോൾ തന്നെ നമുക്ക് ഫൈനലൈസ് ചെയ്തിട്ട് പറയാം ഓപ്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഡി ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഐഡിയ. ഇത്രയേ ഉള്ളൂ. ഓരോ ലെറ്റേഴ്സിനും കറസ്പോണ്ടിങ് ഡിജിറ്റ്സ് ഏതാന്നുള്ളത് നോക്കുക, കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുക, കോഡ് ചെയ്യുക. ദെൻ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ഇഫ് ടൂർ ഈസ് കോഡഡ് ആസ് 1 2 3 4 and clear is coded as 5 6 7 8 4 then and spare as 90847, how will the word sculpture is coded? അപ്പോൾ സ്കൾപ്ചർ എങ്ങനെയാണ് കോഡ് ചെയ്യാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സ്കൾപ്ചറിലെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? എസ് ആണ്, ആണല്ലോ. അപ്പൊ എസിന്റെ കറസ്പോണ്ടിങ് നമുക്ക് ഈ സ്പെയറിന്റെ കോഡിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എസ് എന്ന് പറയുന്നത് എന്താണ്? 9 ആണ്. അപ്പൊ നമുക്ക് എന്താക്കാം? ബി ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. ഇവിടെ ബി ഓപ്ഷനിൽ ഫസ്റ്റ് ലെറ്റർ ഡിജിറ്റ് കൊടുത്തിട്ടുള്ളത് 5 ആണ്. 5 ആണ്. ദെൻ ബാക്കി 3 ഓപ്ഷനിലും ലാസ്റ്റ് ലെറ്റർ നോക്കിക്കേ, 7. എയിലും സിയിലും 7 ആണ്. ദെൻ ഡിയിൽ 1 ആണ്. അപ്പോൾ ലാസ്റ്റ് ഏതാണ്? നമ്മളെ ലെറ്റർ ഇ ആണ്. ഇന്റെ കറസ്പോണ്ടിങ് ലെറ്റർ ഏതാന്ന് നോക്കുക. അതിനിപ്പോ ഇവിടെ സ്പെയറിൽ തന്നെ നോക്കിയാൽ മതി. സ്പെയറിൽ ലാസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഇ ആണ്. ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 7 ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഡിനെയും നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് എന്താണ് എ ആണോ സി ആണോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് എന്താക്കാൻ കൺഫേം ചെയ്യേണ്ടത്. അപ്പോ ഇതിലിപ്പോ അതിലൊരു ഡിഫറൻസ് വരുന്നത് എവിടെയാണ്? ഫസ്റ്റ് ഡിജിറ്റ്സ് സെയിം ആണ്, സെക്കൻഡ് ഡിജിറ്റ്സും 5 ആണ്, തേർഡ് ഡിജിറ്റ് 3 ആണ് രണ്ടിലും, ദെൻ ഫോർത്ത് ഡിജിറ്റ് ഒന്നില് 6ഉം ഒന്നില് സിയിൽ 0 ആണ്. അപ്പോൾ ഫോർത്ത് ഡിജിറ്റ് ഏതാന്നുള്ളത് നോക്കാം. ഫോർത്തില് സ്കൾപ്ചറിൽ ഫോർത്ത് ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? എൽ ആണ്. അപ്പോൾ ക്ലിയറിനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ എല്ലിന്റെ ലെറ്റർ ഏതാണെന്ന് നോക്കാം. 6 ആണ്. അപ്പൊ നമുക്ക് കൺഫേം ചെയ്യാം ആൻസർ എ ആണ്. ഇവിടെ ഇപ്പോ 6ന് പകരം ഇവിടെ 0 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ സി ഓപ്ഷനും തെറ്റാണ്. ദെൻ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എ, ഫസ്റ്റ് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. എല്ലാ ലെറ്റേഴ്സിനെയും ഡിജിറ്റ്സ് ആക്കി കോഡ് ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു ഇതാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ എല്ലാത്തിനെയും കോഡ് ചെയ്യുമ്പോഴേക്ക് സമയം ടൈം ഔട്ട് ആയി പോകും. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളത് മാത്രം കോഡ് ചെയ്തിട്ട് ഓപ്ഷനിൽ നോക്കിയിട്ട് മാത്രം ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ ആസ് യൂഷ്വൽ മെത്തേഡ് ഓരോ ലെറ്റേഴ്സിനും ഡിജിറ്റ്സ് ഏതാന്നുള്ളത് നമ്മൾ ഫൈൻഡ് ചെയ്ത് ഓരോ ലെറ്റേഴ്സിനും ഡിജിറ്റ്സ് അസൈൻ ചെയ്തിട്ടാണ് സ്കൾപ്ചറിന്റെ ടോട്ടൽ കോഡഡ് ഫോം നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അത്രയും കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ നോക്കിയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതിന് റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ളത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനില് ബോക്സ് ഈസ് കോഡഡ് ആസ് CDPQYZ. വാട്ട് വിൽ ബി ദ ലാസ്റ്റ് 2 letters ഓഫ് ദ വേർഡ് ഇൻ ദ സെയിം കോഡഡ് ഫോർ ഹീറോ? ഇവിടെ നമുക്ക് പെട്ടെന്ന് സ്കെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബോക്സിൽ 3 letters ആണ് ഉള്ളത്. ദെൻ നമ്മൾ കോഡഡ് ഫോമിൽ അത് എന്തായിട്ടുണ്ട്? ഡബിൾ ആയിട്ടുണ്ട്. അതായത് 6 letters ആയിട്ടുണ്ട്.
അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇവിടെ ഒരു ലെറ്ററിനെ 2 ലെറ്റർ ആയിട്ടാണ് കോഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോഴേ എന്താവുള്ളൂ, 3 എന്നുള്ള കൗണ്ട് 6 ആയിട്ട് മാറുള്ളൂ. ദെൻ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇതിനെ എന്താക്കുന്നതാണ്, രണ്ട് ലെറ്റേഴ്സ് ആയിട്ട് നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്യാണ്. സോറി, പി ക്യു ബി സി ഡി അല്ല, ബോക്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റിന് വൈ സെഡ്. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എ ബിന്റെ ബി കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് 2 ലെറ്റേഴ്സ് ആണ് എന്ത്, സി ഡി. നമുക്കറിയാം എ ബി സി ഡി അങ്ങനെയാണല്ലോ നമ്മൾ ആൽഫബറ്റ്സ് പോകുന്നത്. അപ്പോൾ ബി കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് 2 ലെറ്റേഴ്സ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഒ കഴിഞ്ഞിട്ട് എം എൻ ഒ കഴിഞ്ഞിട്ട് പി ക്യു, ദെൻ നെക്സ്റ്റ് 2 ലെറ്റേഴ്സ് ചൂസ് ചെയ്ത്, ദെൻ എക്സ് പറയുമ്പോൾ എക്സ് കഴിഞ്ഞിട്ട് എക്സ് വൈ സെഡ് എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മളൊരു ഐഡിയ എന്ന് പറയുന്നത്. ഓരോ ലെറ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് 2 ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഓരോ ലെറ്റേഴ്സിനും റീപ്ലേസ് ചെയ്തിട്ട് കോഡ് ചെയ്തിട്ടുള്ളത്. സോ സെയിം ഐഡിയ നമ്മൾ എന്തില് ഹീറോയിൽ അപ്ലൈ ചെയ്യാണ്. ഹീറോയിൽ നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാസ്റ്റ് 2 ലെറ്റേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളൂ. ദെൻ ഓനെ മാത്രം നമ്മൾ എന്താ ചെയ്താൽ മതി, കോഡ് ചെയ്താൽ മതി. സോ ഓ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് 2 ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ക്വസ്റ്റ്യനിലെ കോഡഡ് ഫോമിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്, പി ആൻഡ് ക്യൂ ആണ്. സോ ആൻസർ ഇസ് ലാസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ, ദാറ്റ് ഈസ് പി കോമ ക്യൂ. അതാണ് ലാസ്റ്റ് 2 ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളതും സെയിം തന്നെയാണ്. ലാസ്റ്റ് 2 ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് സി ഡി പി ക്യൂ വൈ സെഡ് ആർ നെക്സ്റ്റ് 2 ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ബോക്സ്. Okay, in the same way, the last 2 letters of hero if coded will be P and Q. ഇനി ഒരു കാര്യം ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഹീറോയിലെ ലാസ്റ്റ് ലെറ്ററും ബോക്സിലെ സെക്കൻഡ് ലെറ്ററും എന്താണ്, സെയിം ആണ്. അപ്പോൾ ഇത്രയും നമ്മൾ കോഡ് നോക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ ഈ എഴുതിയിലേക്ക് ഈ കോഡഡ് ഫോമിലേക്ക് നോക്കിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതായത് ബോക്സിലെ സെക്കൻഡ് ലെറ്റർ തന്നെയാണ് എന്ത്, ഹീറോയിലെ ലാസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കോഡഡ് ഫോമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ, അതിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ റിലേറ്റ് ചെയ്തിട്ട് ഇതെന്ന് പറയുന്നത് പി ക്യു ആണെന്ന് കറക്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ഫൈൻഡ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ ബ്ലാങ്ക് സ്പേസ്. അപ്പൊ ബ്ലാങ്ക് സ്പേസിലുള്ള കറക്റ്റ് ഓപ്ഷൻ ഏതാന്നുള്ളത് ചോദിക്കുന്നത്. അപ്പോ ഇതിൽ നോക്കിക്കേ, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ കൊടുത്തിട്ടുള്ളത്, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 6 കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മളൊരു കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചു വെക്കേണ്ടത് എന്ന് പറയുന്നത്, നമ്മൾ ആൽഫബറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ആൽഫബറ്റ്സിന് കറസ്പോണ്ടിങ് നമ്പേഴ്സ് നമ്മൾ പഠിച്ചു വെക്കണം. അതായത് 1 2 3 ഓരോ ലെറ്റേഴ്സിനുള്ളത്. ഇതിപ്പോ ഞാൻ പറഞ്ഞു എ ബി സി ഡി അപ് ടു സെഡ്, അത് 1 2 3 സെയിം എന്താ പറയാ, എക്ക് 1 ബിക്ക് 2 ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് അതും നമ്മൾ പഠിക്കണം. ദെൻ സെഡ് ലാസ്റ്റ് മുതൽ ഇവിടെ ഇപ്പൊ ഈ ഒരു ഫോമിൽ നമ്മൾ നോക്കുമ്പോ എന്താണ്, എ എന്ന് പറയുന്നത് 1ഉം സെഡ് എന്ന് പറയുന്നത് എന്താണ് 26. ആ നമ്പറിങ് നമ്മൾ കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിൽ നമ്മൾ പഠിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് എ എന്ന് പറയുന്നത് 1, ദെൻ ടു സെഡിൽ വരുമ്പോൾ സെഡ് എന്ന് പറയുമ്പോൾ 6. ഇതേ സംഭവം നമ്മൾ എന്തിലും ചെയ്യണം, ബാക്ക് കൗണ്ടിങ്ങും പഠിക്കണം. ഫോർവേഡ് കൗണ്ടിങ് മാത്രമല്ല ബാക്ക് കൗണ്ടിങ്. അതായത് സെഡിന് 1ഉം എക്ക് 26ഉം വരുന്ന രീതിയിലുള്ള കൗണ്ടിങ്ങും ഓരോ ലെറ്റേഴ്സിന്റെയും നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അതിപ്പോ നമ്മളൊരു എന്താണ് ഒരു ഐഡിയ വെച്ചിട്ട് എത്രയെങ്കിലും ലെറ്റേഴ്സ് ആക്കിയിട്ട് എന്താക്കുക, നമ്മള് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്പറിങ് കൊടുത്തിട്ട് നമ്മൾ പഠിക്കുക. ഓക്കെ, അത് കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് തറയായിരിക്കണം. അതായത് കൗണ്ടിങ്ങും ബാക്ക് കൗണ്ടിങ്ങും നമ്മൾ തറയായിരിക്കണം കോഡിങ് ഡീകോഡിങ്ങിൽ ആൽഫബറ്റ്സ്. അപ്പോൾ ഇവിടെ നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ
ബിക്ക് എന്താ കൊടുത്തിട്ടുള്ളത്? 6 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ബി എന്ന് പറയുമ്പോൾ 6 ആണ് കൊടുത്തിട്ടുള്ളത്. ശരിക്ക് ബിന്റെ കൗണ്ട് എത്രയാണ്? 2 ആണ്. അപ്പൊ 6 എന്ന് പറയുന്നത് എത്രയാണ്? 2 + 4 ആണ് 6. ഇനി ഇതിപ്പോ ഞാൻ ഈ ഒരു ഐഡിയ അവിടെ അപ്ലൈ ചെയ്തു. ഇനി ബാക്കി ലെറ്റേഴ്സിലും ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. ദെൻ ജെ എന്ന് പറയുമ്പോൾ എന്താണ്? ജെന്റെ കൗണ്ട് എത്രയാണ്? ജെന്റെ കൗണ്ട് നമുക്കറിയാം 10 ആണ്. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ. നോക്കിക്കേ, 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ജെന്റെ കൗണ്ട് എത്രയാണ്? 10. അപ്പൊ ഞാൻ ഈ സെയിം ബിക്ക് അപ്ലൈ ചെയ്ത സെയിം ഐഡിയ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. ജെന്റെ കൗണ്ട് 10 ആണ്. +4 അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 14 കിട്ടുന്നുണ്ട്. അപ്പോൾ അതും ഇവിടെ എന്താണ്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ബാക്കി ലെറ്റേഴ്സും കൂടി നോക്കുകയാണ്. അതായത് ഡിന്റെ കേസിലും എമ്മിന്റെ കേസിലും ഇത് കറക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? കൺഫേം ചെയ്യാം. ഐഡിയ എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം 4th ലെറ്റർ ആണ്. സോ 4 + 4 എന്താണ്? 8 ആണ്. സെയിം ഐഡിയ തന്നെ. എം എന്ന് പറയുന്നത് എന്താണ്? എമ്മിന്റെ കൗണ്ട് 13 ആണ്. +4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 17 കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്ത ഐഡിയ കറക്റ്റ് ആയി. ഇനി അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ? നമുക്ക് എന്നിന്റെയും എസിന്റെയും ആണ് കാണാനുള്ളത്. അപ്പോൾ എന്നിന്റെ നമുക്ക് നോക്കിയാൽ കൗണ്ടിങ് നോക്കിയാൽ അറിയാം. എം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ 13 ആണ്. അപ്പോൾ എൻ എന്ന് പറയുന്നത് എന്താണ്? 14 ആണ്. അപ്പോൾ 14 + 4 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 18 കിട്ടും. അപ്പൊ ഇത് 18 ഉള്ള ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടോ നോക്കുക. എ ഓപ്ഷൻ മാത്രമേ 18 ഉള്ളൂ. അപ്പൊ നമുക്ക് ചെറുതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺഫേം ചെയ്യാം എ ആണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളത്. കാരണം ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് എന്താണ്? സെയിം ഐഡിയ അതെന്താക്കുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എങ്കിലും കൂടുതലൊന്നും അപ്ലൈ ചെയ്യാനില്ലാത്തതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ലെറ്ററും കൂടി ഏതാണെന്നുള്ളത് നോക്കാം. എസ് നമുക്ക് കൗണ്ടിങ് ചെയ്താൽ മനസ്സിലാവും. എസ് എന്ന് പറയുന്നത് 19th ലെറ്റർ ആണ്. അപ്പോൾ 19 + 4 ചെയ്താൽ നമുക്ക് എന്താ അറിയാം? 23rd ആണ്. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 23 ആണ്. ഇതാണ് ഇതിന്റെ ഒരു ഐഡിയ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിലിപ്പോ ഫസ്റ്റ് എന്നിന്റെ കറസ്പോണ്ടിങ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്താ ചെയ്യാം? കൺഫേം ചെയ്യാം. എങ്കിലും നമുക്കൊരു കൺഫർമേഷൻ കറക്റ്റ് കിട്ടണമെങ്കിൽ ഇവിടെ ഇപ്പൊ വേറെ കൂടുതലൊന്നും നോക്കാനില്ല. വേണമെങ്കിൽ മറ്റേതും കൂടി, ഇതൊരു സിമ്പിൾ മെത്തേഡ് ആയതുകൊണ്ട് പറയാണ്, മറ്റേതും കൂടി വെച്ചിട്ട് നമുക്ക് കൺഫേം ചെയ്താലും മതി. കോൺഫിഡന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ എന്താണ് ആൻസർ കൺഫേം ചെയ്യാവുന്നേ ഉള്ളൂ. ദെൻ ഇതിൽ സൊല്യൂഷൻ ഒന്ന് നോക്കാം. സൊല്യൂഷനിൽ തന്നിട്ടുള്ള എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇത് ഇൻ ദ റൈറ്റ് സൈഡ് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ദർ ഈസ് എ ഗ്യാപ്പ് ഓഫ് 7 ലെറ്റേഴ്സ്. ഇതിപ്പോ ഗ്യാപ്പ് പറഞ്ഞിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു എക്സ്പ്ലനേഷൻ കുറച്ച് എന്താണ് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടി ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. എനിവേ ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഗ്യാപ്പ് ഓഫ് 7 ലെറ്റേഴ്സ് ബിറ്റ്വീൻ ബി ആൻഡ് ജെ. അതിന്റെ ഇടയിൽ ഒരു 7 ലെറ്റേഴ്സ് ഗ്യാപ്പ് ഉണ്ട്. Then similarly 6 numbers between 6 and 14. 14 and 6ന്റെ ഇടയിൽ 6 letters ഉണ്ട്. Then there is a gap of 3 letters between J and N. 3 number gap between 4 and 18. അതായത് അത് തമ്മിൽ നമ്പർ ഡിജിറ്റ്സ് തമ്മിലുള്ള ഗ്യാപ്പും then letters തമ്മിലുള്ള ഗ്യാപ്പും തമ്മിൽ എന്താ റിലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അവര് ആൻസറിലേക്ക് എത്തിയിട്ടുള്ളത്. സെയിം ഞാൻ പറഞ്ഞ ഐഡിയ തന്നെയാണ്. പക്ഷെ ഒന്നും കൂടി മനസ്സിലാക്കാൻ സിമ്പിൾ ഞാൻ പറഞ്ഞ ഐഡിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദെൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഇഫ് ഇറേസർ ഈസ് കോൾഡ് പെൻസിൽ ആൻഡ് പെൻസിൽ ഈസ് കോൾഡ് ഷാർപ്നർ ആൻഡ് ഷാർപ്നർ ഈസ് കോൾഡ് ബാഗ്, വാട്ട് വിൽ എ ചൈൽഡ് റൈറ്റ്? അപ്പോൾ എറേസറിന് പെൻസിൽ എന്നാണ് വിളിക്കുന്നത്, പെൻസിലിനെ ഷാർപ്നർ എന്നാണ് വിളിക്കുന്നത്, ദെൻ ഷാർപ്നറിന് ബാഗ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചൈൽഡ് എന്ത് വെച്ചിട്ടാണ് റൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം റൈറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? പെൻസിലാണ്. പക്ഷെ ഈ ഒരു കോഡിങ്ങിൽ പെൻസിൽ എന്താണ്? പെൻസിലിനെ കോൾ ചെയ്യുന്നത് ഷാർപ്നർ ആണ്. സോ എന്ത് വെച്ചിട്ടായിരിക്കും ഈ ഒരു കോഡഡ് ഫോമിൽ അക്കോർഡിംഗ് ടു ദിസ് കോഡിങ് പെൻസിൽ എന്ന് പറയുന്നത് ഷാർപ്നർ ആണ്. സോ ചൈൽഡ് റൈറ്റ് വിത്ത് ഷാർപ്നർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഇത് ഷാർപ്നർ എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് ഷാർപ്നർ എന്ന് പറഞ്ഞാൽ പെൻസിൽ ആണെന്നുള്ളത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ.
തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഷാർപ്നർ ആണ്. ഓക്കെ, ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യനും കൂടി ചെയ്താൽ ഐഡിയ ഒന്നും കൂടി ക്ലിയർ ആവും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദാറ്റ് മീൻസ് ഷാർപ്നർ ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് തന്നിട്ടുണ്ട്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചൈൽഡ് റൈറ്റ്സ് വിത്ത് പെൻസിൽ ആൻഡ് പെൻസിൽ ഈസ് കോൾഡ് ഷാർപ്നർ. സോ ദ ചൈൽഡ് റൈറ്റ്സ് വിത്ത് ഷാർപ്നർ. അതാണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്. If dust is called air, air is called fire, fire is called water, water is called color, then color is called rain, rain is called dust. Where do fish live? അപ്പോൾ എവിടെയാണ് ഫിഷ് ലീവ് ചെയ്യുന്നത് ഞാൻ ചോദിക്കുന്നത്. നമുക്കറിയാം ഫിഷ് ലീവ് ചെയ്യുന്നത് എപ്പോഴും വാട്ടറിലാണ്. അപ്പോൾ ഈ ഒരു കോഡിങ്ങില് വാട്ടർ എന്ന് പറയുന്നത് എന്താണ് തന്നിട്ടുണ്ട്? ഈ ഒരു കോഡിങ്ങില് ഫയർ ഈസ് കോൾഡ്, ഫയർ വാട്ടർ ആണ്. ദെൻ വാട്ടറിനെ കോഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? കളർ വെച്ചിട്ടാണ്. അപ്പൊ എവിടെയാണ് ഫിഷ് ലീവ് ചെയ്യുന്നുണ്ടാവുക? കളറിലാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. കോഡിങ്ങിൽ അതിനെ ഓരോന്നിനെയും മാറ്റി വെച്ചിട്ട് ഈ ഒരു പർട്ടിക്കുലർ കോഡിങ്ങിൽ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? കളറാണ്. സോ ഫിഷ് ലീവ് ചെയ്യുന്ന വാട്ടർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ വാട്ടറിനെ കോഡ് ചെയ്തിട്ടുള്ളത് കളറാണ്. സോ വാട്ടറിന് പകരം നമ്മൾ എന്ത് ചെയ്യും? കളർ എന്നുള്ളത് ചൂസ് ചെയ്യും. അതാണ് ഇവിടെ എക്സ്പ്ലനേഷനിൽ കൊടുത്തിട്ടുള്ളത്. ജനറലി ഫിഷ് ലീവ്സ് ഇൻ വാട്ടർ ആൻഡ് വാട്ടർ ഈസ് കോൾഡ് കളർ ഇൻ the code, so fish lives in color. Okay, സിമ്പിൾ ആണ്. ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. സെയിം മെത്തേഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇഫ് ലൈറ്റ് ഈസ് കോൾഡ് മോർണിംഗ്, മോർണിംഗ് ഈസ് കോൾഡ് ഡാർക്ക്, ഡാർക്ക് ഈസ് കോൾഡ് നൈറ്റ്, നൈറ്റ് ഈസ് കോൾഡ് സൺഷൈൻ ആൻഡ് സൺഷൈൻ ഈസ് കോൾഡ് ഡസ്റ്റ്. വെൻ ഡു വി സ്ലീപ്പ്? അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് നമ്മൾ സ്ലീപ്പ് ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മൾ ഓൾറെഡി നമ്മൾ സ്ലീപ്പ് ചെയ്യുന്നത് നൈറ്റിലാണ് നമ്മൾ സ്ലീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് കോഡിങ്ങിൽ എന്താണ്? സോറി, ദിസ് പർട്ടിക്കുലർ കോഡിങ്ങിൽ നൈറ്റിന് എന്ത് വെച്ചിട്ടാണ് കോഡ് ചെയ്തിട്ടുള്ളത്? നൈറ്റ് ഈസ് കോൾഡ് സൺഷൈൻ. അപ്പോൾ നമ്മൾ വെൻ ഡു വി സ്ലീപ്പ് എന്നുള്ളതിന്റെ ആൻസർ എന്തായിരിക്കും? നൈറ്റ് ആണ്. പക്ഷെ നൈറ്റിന് ഇവിടെ കോഡ് ചെയ്തിട്ടുള്ളത് സൺഷൈൻ ആണ്. സോ ആൻസർ ഈസ് സി, ഓപ്ഷൻ സി. അപ്പോൾ അതിന്റെ ഒരു സെയിം എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വി സ്ലീപ്പ് അറ്റ് നൈറ്റ് ആൻഡ് നൈറ്റ് ഈസ് കോൾഡ് സൺഷൈൻ, സോ വി സ്ലീപ്പ് ഇൻ സൺഷൈൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി MCQസും കൂടി നമുക്ക് എന്ത് ചെയ്യാം? കവർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.